ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര ജെക്സൺ ആന്റണിയുടെയും റെജിസ് ആന്റണിയുടെയും ഡെബ്യൂ മൂവിയാണ്. ഈ ഫിലിം ഒരു കോമിക്കൽ ത്രില്ലറാണ്, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജെക്സൺ ആന്റണി ആൻഡ് റെജിസ് ആന്റണി. ചന്ദ്വി ക്രിയേഷൻസ് ആൻഡ് അനന്യ ഫിലിംസിന്റെ ബാനറിൽ അരുൺ ഘോഷ്, ബിജോയ് ചന്ദ്രൻ, ആൽവിൻ ആന്റണി എന്നിവർ ചേർന്നാണ് ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ ലീഡ് റോളിലെത്തുന്ന ഈ സിനിമയിൽ ചെമ്പൻ വിനോദ്, ശ്രീജിത്ത് രവി, നെടുമുടി വേണു, നിക്കി ഗൽറാണി, വനിത കൃഷ്ണചന്ദ്രൻ, ജോജു ജോർജ് എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ നന്ദു എന്ന ക്യാരക്ടറിലും ചെമ്പൻ വിനോദ് മാരൻ എന്ന ക്യാരക്ടറായുമാണ് ഈ ഫിലിമിലെത്തുന്നത്. രണ്ട് ക്രിമിനൽസായ ഇവരെ അക്കമ്പനി ചെയ്യുന്ന രണ്ട് പോലീസുകാരുടെയും പരശുരാം എക്സ്പ്രസിൽ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിന്റെ കഥ. നന്ദു എന്ന ക്യാരക്ടർ നോർത്ത് കേരളയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നുള്ള ക്വയറ്റായ ഒരു പാവം ചെറുപ്പക്കാരനാണ്. നന്ദുവിന്റെ അച്ഛനായി നെടുമുടി വേണുവും അമ്മയായി വനിത കൃഷ്ണചന്ദ്രനും പിന്നെ മൂത്ത സഹോദരിയായി നിക്കി ഗൽറാണിയുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ചെമ്പൻ വിനോദിന്റെ മാരൻ എന്ന ക്യാരക്ടർ കൊച്ചിയിലെ ഒരു തമിഴ് കോളനിയിൽ നിന്നുമുള്ള വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആളെയാണ് അവതരിപ്പിക്കുന്നത്. ട്രെയിനിങ് സമയത്ത് തന്നെ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്ത രണ്ട് പോലീസുകാരാണ് ജോളി കുര്യനും ബാലഗോപാലും. ജോളി അല്പം വിക്കഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരനാണെങ്കിൽ അതേസമയം നല്ലൊരു ജെന്റിൽമാനായ പോലീസുകാരനാണ് ബാലഗോപാൽ. ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയുടെ കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നന്ദു എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ച വിനീത് ശ്രീനിവാസൻ അത്ര കാര്യമായിട്ട് സ്ക്രീനിൽ തിളങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയണം. വിനീതിന്റെ അഭിനയം ഈ സിനിമയിൽ അല്പം വീക്ക് ആൻഡ് ടീഡിയസ് ആയിരുന്നു. ബട്ട് അതേസമയം ചെമ്പൻ വിനോദ് വളരെ നന്നായിട്ട് തന്നെ മാരൻ എന്ന ക്യാരക്ടറിനെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നിക്കി ഗൽറാണി, നെടുമുടി വേണു, ഇന്ദ്രൻസ്, മണിമ്പിള്ള രാജു, ശശി കലിംഗ, സുനിൽ സുഗത, സജു നവോദയ, ഡോക്ടർ ഷാജു, അരുൺ ഘോഷ്, വനിത കൃഷ്ണചന്ദ്രൻ, വിജയകുമാരി എന്നിങ്ങനെ വലിയൊരു പറ്റം അഭിനേതാക്കളും ഈ ചിത്രത്തിൽ സപ്പോർട്ടിംഗ് കാസ്റ്റിലെത്തുന്നുണ്ട്. ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയുടെ സ്ക്രിപ്റ്റും ഡയറക്ഷനും അത്ര ഇംപ്രസീവ് അല്ല എന്ന് പറയാതെ നിവൃത്തിയില്ല കേട്ടോ. ഇത്രയും നല്ലൊരു സ്റ്റാർ കാസ്റ്റിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനായിട്ട് ഡയറക്ടേഴ്സിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. തുടക്കം മുതൽ ഒടുക്കം വരെ ചിത്രത്തിൽ വല്ലാത്തൊരു ഇൻകംപ്ലീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റർടൈനിങ് ഫാക്ടറിനെ ഇത് വല്ലാതെ എഫക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിനോദ് ഇല്യംപിള്ളിയുടെ സിനിമറ്റോഗ്രഫി ചിത്രത്തിന്റെ സിമ്പിൾ ആൻഡ് അപ്പീലിംഗ് വിഷ്വൽസിനെ നന്നായി പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിജോ പോളിന്റെ എഡിറ്റിങ്ങും അപ് ടു ദ മാർക്സ് ആണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരു ത്രില്ലറിന്റെ ഫാസ്റ്റ് പേസിൽ പടം തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ഒരു മെലോ ഡ്രാമയുടെ സ്ലോ പേസിലേക്കാണ് പോകുന്നത്. ഈ ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ഷൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് നാഷണൽ അവാർഡ് വിന്നറായ ഗോപി സുന്ദറാണ്. വിനീത് ശ്രീനിവാസൻ പാടിയിരിക്കുന്ന അമ്പാഴം തണലിട്ട എന്ന പാട്ട് ഓൾറെഡി നല്ലൊരു ഹിറ്റാണ്. ബട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗോപി സുന്ദറിന്റെ യൂഷ്വൽ സ്റ്റാൻഡേർഡ്സിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. എന്തായാലും ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര ആസ് എ ഹോൾ മൂവി വളരെയധികം ഡിസപ്പോയിൻറ്റിംഗ് തന്നെയാണ്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ബാഡ്ലി എക്സിക്യൂട്ടഡ് സ്ക്രീൻ പ്ലേ ആൻഡ് ദ ചാംലെസ് പെർഫോമൻസ് ഓഫ് ദ ലീഡിംഗ് ആക്ടേഴ്സ്.